ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു GK ക്ലാസ്. GK ക്ലാസ്സിൽ ഇന്ന് നമ്മുടെ our nation ഇന്ത്യയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. നമ്മുടെ രാജ്യമായ ഇന്ത്യയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. ഒരുപാട് അവയർനെസ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ നമ്മുടേതായിട്ടുള്ള അറിവുകൾ കൂടെ നമ്മൾ വെക്കണം, അല്ലെ? നമ്മുടെ രാജ്യം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയണ്ടേ, അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ അറിയണ്ടേ. അപ്പോ നമ്മുടെ ഈ രാജ്യത്തിന്റെ പേരെന്താണ്? ഇന്ത്യ, അല്ലെ? എന്താണ്? ഇന്ത്യയാണ്. ഈ ഇന്ത്യയുടെ മറ്റൊരു പേരെന്താണ്? ഭാരതം എന്ന് പറയാറില്ലേ? ഉണ്ട്. ഈ ഭാരതത്തിന്റെ ക്യാപിറ്റൽ ഏതാണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ഡൽഹി. ന്യൂഡൽഹി ആണ് നമ്മുടെ ഭാരതത്തിന്റെ ക്യാപിറ്റൽ. ആൻഡ് who wrote our national anthem? നമ്മുടെ നാഷണൽ ആന്തം എഴുതിയതാരാണ്? അതിരിക്കട്ടെ, നമ്മുടെ നാഷണൽ ആന്തം ഏതാണ്? ജനഗണമനയാണ് നമ്മുടെ നാഷണൽ ആന്തം. കേൾക്കാറില്ലേ? അസംബ്ലിക്ക് നിൽക്കുമ്പോഴൊക്കെ കേട്ടിട്ടില്ലേ നാഷണൽ ആന്തം? ഉണ്ട്, അല്ലെ? എല്ലാവർക്കും അറിയാതെ നാഷണൽ ആന്തം ജനഗണമനയാണ്. അത് എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് അത് എഴുതിയത്. ആൻഡ് വിച്ച് ഈസ് അവർ നാഷണൽ സോങ്? നമ്മുടെ നാഷണൽ സോങ് ഏതാണ്? വന്ദേ മാതരമാണ് നമ്മുടെ നാഷണൽ സോങ്. ഹൂ റോട്ട് ദാറ്റ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് വന്ദേ മാതരം എഴുതിയത്. ആൻഡ് ഇനി നമുക്ക് വേറെ കുറച്ച് ഇൻഫർമേഷൻസിലോട്ടുകൂടെ പോകാം. നമ്മുടെ നാഷണൽ ഫ്ലാഗ് കണ്ടിട്ടുണ്ടോ? ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മളിവിടെ കുത്തിവെക്കാറുള്ള, പിൻ ചെയ്യാറുള്ള ഫ്ലാഗ് ആണെന്ത്? നമ്മുടെ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് 3 നിറങ്ങൾ ഉണ്ടാവും. മെയിനായിട്ട് 3 നിറങ്ങൾ കാണാൻ സാധിക്കും. ഏതൊക്കെയാണ്? സാഫ്രൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് അതിൽ കാണാൻ സാധിക്കുക. അതിന് നടുവില് അശോക ചക്രം ഉണ്ടാവും, അല്ലെ? ബ്ലൂ കളറില്. ആൻഡ് ആ കളേഴ്സിനൊക്കെ ഓരോ ഇതും കൂടെ ഉണ്ട്, മീനിങ് കൂടെ ഉണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ നാഷണൽ എംബ്ലം ആണ്. കണ്ടിട്ടുണ്ടോ? നാഷണൽ എംബ്ലം സിംഹത്തിന്റെ മുഖമൊക്കെയുള്ള, കണ്ടിട്ടില്ലേ? അതിലെ 4 സിംഹത്തിന്റെ മുഖങ്ങളാണ് ഉണ്ടാവുക. 3 മുൻപിലോട്ടും 1 പുറകിലോട്ടുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെയിനായിട്ട് 3 ഒന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത്, 1 അങ്ങോട്ട് നോക്കുന്നത്, പിന്നെ ഇങ്ങോട്ട് നോക്കുന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള 48th പേജിൽ അതിന്റെ പിക്ചർ തന്നിട്ടുമുണ്ട്. നമ്മുടെ 1 രൂപി കോയിനോ 2 രൂപി കോയിനോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കും. ആൻഡ് അടുത്തത് മഹാത്മാഗാന്ധി. നമ്മുടെ നാടും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്ക് ഫ്രീഡം വാങ്ങിത്തരാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത ആളുകളുടെ കൂട്ടത്തില് അവരെ ലീഡ് ചെയ്ത, അല്ലെങ്കിൽ അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആയിട്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, ഇപ്പോഴും അറിയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ നാഷണൽ ഫ്ലവർ, നമ്മുടെ ദേശീയ പുഷ്പം ലോട്ടസ് ആണ്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താമരയാണ് ലോട്ടസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് വിച്ച് ഈസ് അവർ നാഷണൽ അനിമൽ എന്നറിയാമോ? ഇറ്റ് ഈസ് ടൈഗർ. ടൈഗറിനെയാണ് നാഷണൽ അനിമൽ എന്ന് പറയുന്നത്. ഇനി നാഷണൽ ബേർഡ് ഏതാണ്? നാഷണൽ ബേർഡ് പീകോക്ക് ആണ്. എന്താണ്? പീകോക്ക് ആണ് നാഷണൽ ബേർഡ്. ആൻഡ് നാഷണൽ ഫ്രൂട്ട് മാമ്പഴം, മാംഗോ ആണ്. നാഷണൽ ഫ്രൂട്ട് ഈസ് മാംഗോ, MANGO, മാംഗോ. ആൻഡ് നമ്മുടെ നാഷണൽ ട്രീ ഏതാണെന്ന് അറിയാമോ? ആൽമരം, ബനിയൻ ട്രീ ആണ് നാഷണൽ ട്രീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാഷണൽ സ്പോർട്സ് ഐറ്റം ഉണ്ട്. സ്പോർട്ട് ഏതാണ്? നാഷണൽ സ്പോർട്സ് ഈസ് ഹോക്കി. ഹോക്കിയാണ് നമ്മുടെ നാഷണൽ സ്പോർട്സ്. ആൻഡ് നമ്മുടെ ദേശീയ നദി, നമ്മുടെ ദേശത്തിന്റെ നദി ഏതാണ്? അത് ഗംഗയാണ് നാഷണൽ റിവർ. ആൻഡ് കറൻസി, നമ്മുടെ കറൻസി ഏതാണെന്ന് അറിയാമോ? നമ്മുടെ ഇന്ത്യയുടെ കറൻസി റുപ്പി, RUPEE, റുപ്പി എന്നാണ് പറയുക. ആൻഡ് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അറിയപ്പെടുന്നത് ഹിന്ദി ആണ്. ആൻഡ് നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? സ്റ്റേറ്റ്സ് ഉണ്ട്. 29 സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. റീസെന്റ് വന്നതാണ് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം. തെലങ്കാന ഈ ഇടയ്ക്ക് കയറി വന്ന ഒരാളാണ്, വൈകി വന്ന ആളെന്ന് പറയാം നമുക്ക്. വൈകി വന്ന സംസ്ഥാനമാണ് തെലങ്കാന. അത് 29th സ്റ്റേറ്റ് ആയിട്ട് പിന്നീട് കയറിയതാണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണേ, എഴുതണം. ബൈ ബൈ.